നമ്മളോട് കർത്താവിൻ്റെ വചനം വീണ്ടും പറയുകയാണ്, സന്തോഷിക്കുവിൻ, സദാ സന്തോഷിക്കുവിൻ, എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളും സഹനങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും കടന്നു വരുമ്പോഴും സന്തോഷിക്കുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് അറിയിപ്പുണ്ടാകുകയാണ്. നിങ്ങളിനി ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, ഇത് ആനന്ദത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം വരുമ്പോൾ വീണ്ടും നമ്മൾ വായിക്കുന്നു, ഈശോ പറയുകയാണ്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുന്നതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണ്. ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഈശോ തൻ്റെ പീഡ അനുഭവിക്കുന്നതിന് തൊട്ട് മുൻപായും അവസാന സമയങ്ങളിലും ഈശോ പറയുകയാണ്, നിങ്ങളിനി ദുഃഖിക്കേണ്ട, ആനന്ദിക്കുവിൻ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ്, സന്തോഷത്തിൻ്റെ ജീവിതമാണ്. കുരിശുകളിലൂടെയും കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോഴും ഹൃദയത്തിൽ ആനന്ദം നിലനിൽക്കുന്ന, സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ആ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ഇന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മളിൽ ഭൂരിഭാഗം മനുഷ്യരും ദുഃഖിതരാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ പേരിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ പേരിൽ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, വളരെ നിസ്സാരമായ കാര്യങ്ങളെ പ്രതി നമ്മൾ ദുഃഖിതരും നിരാശരുമാണ്. എന്നാൽ വചനം ഇപ്രകാരം പറയുന്നു. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതത്രേ യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. പ്രിയമുള്ളവരെ, നമ്മളോട് കർത്താവിൻ്റെ വചനം വീണ്ടും പറയുകയാണ്, സന്തോഷിക്കുവിൻ, സദാ സന്തോഷിക്കുവിൻ, എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളും സഹനങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും കടന്നു വരുമ്പോഴും സന്തോഷിക്കുവിൻ. അതിൻ്റെ ഫോർമുലയാണ് ആ വചനത്തിന് നമുക്ക് പറഞ്ഞു തരിക. എല്ലാറ്റിലും നന്ദി പ്രകാശിപ്പിക്കുക. നമ്മെ സംബന്ധിച്ചുള്ള സ്വഭാവം, സ്വാഭാവികമായി മാനുഷിക നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും വേദനകളോ നഷ്ടങ്ങളോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പരാതിപ്പെടുകയും ആവലാതിപ്പെടുകയാണ് ചെയ്യാറ്. എന്നാൽ വചനം നമ്മോട് പറയുന്നു, നീ നന്ദി പറയുക, നന്ദി പറയുക. നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് നീ നന്ദി പ്രകാശിപ്പിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായി മാറും, നിൻ്റെ ജീവിതം മുഴുവൻ ആനന്ദമായി മാറും. നമ്മൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒട്ടും നടക്കുന്നുമില്ല. പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു, അല്പസ്വല്പമൊക്കെ അതിൽ വിജയിക്കുന്നു, വീണ്ടും പരാജയപ്പെടുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക എന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലേ ഇല്ല. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും നീ നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായി മാറും. അപ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ചിന്തിക്കുക, ഒരു മദ്യപാനിയായ പുരുഷനെ ഭർത്താവായി കിട്ടിയൊരു ഭാര്യ അയാളെക്കുറിച്ച് എന്നും ദുഃഖവും ആവലാതിയും പരാതിയുമായിരിക്കും പറയുക. വളരെ പ്രതീക്ഷയോടെ ജോലിക്ക് പോയിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ജോലി കിട്ടാതെ വരുന്ന ഒരു വ്യക്തി ആ ജോലി കിട്ടാത്തതിനെ ഓർത്ത് പരാതിയും ആവലാതിയും ദുഃഖവും കുറ്റം പറച്ചിലുമായിരിക്കും ചെയ്യുക. എന്നാൽ തിരിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നു, നിൻ്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും നീ നന്ദി പറയുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയാക്കി മാറ്റാൻ നിനക്ക് കഴിയും. അപ്പോൾ നിൻ്റെ ജീവിതം മുഴുവൻ ആനന്ദം കൊണ്ട് നിറയും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103-ാം അധ്യായം 1, 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത്.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ അതിനിടയിൽ വരുന്ന ഏതെങ്കിലും ചില ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിനെ മാത്രം നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ആപരാധിപ്പെടുകയും നിരാശപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഈശോ തന്ന ആനന്ദം, ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത ആനന്ദം നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലൊരു സഹോദരി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവരുടെ ജീവിതം മുഴുവൻ ദുഃഖമാണ്. ഭർത്താവിനെക്കുറിച്ച് ദുഃഖം, മക്കളെക്കുറിച്ച് ദുഃഖം, അതുപോലെ ജോലിയില്ലായ്മയെക്കുറിച്ച് ദുഃഖം, സാമ്പത്തികമായ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ദുഃഖം. അപ്പോൾ ഇവരോട് ഞാൻ ഒത്തിരിയെല്ലാം കാര്യങ്ങൾ, വചനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് ആ ദുഃഖം വിട്ടുപോകുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരി, നിങ്ങളൊരു കാര്യം ചെയ്യുക. അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ, ഇന്നേക്ക് 8-ാം ദിവസം വരുമ്പോൾ 7 ദിവസം കഴിഞ്ഞിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേരം ഒരു പേപ്പർ എടുത്ത് വെച്ച് ഇന്നേ ദിവസം ഈശോ നൽകിയ 10 നന്മകളെ കടലാസിൽ എഴുതി വെക്കണം. അങ്ങനെ 7 ദിവസം എഴുതി 8-ാം ദിവസം വരുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടും തരണം. പ്രിയമുള്ളവരെ, 8-ാം ദിവസം ആ സഹോദരി വന്നത് ഈ 7 പേപ്പർ ആയിട്ടാണ്, 7 ദിവസത്തെ പേപ്പറുമായിട്ടാണ്. എന്നിട്ട് ആ സഹോദരി എന്നോടൊരു കാര്യം പറഞ്ഞു, ബ്രദറെ, കർത്താവ് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകുന്നുണ്ടെന്ന്, കർത്താവ് എൻ്റെ ജീവിതത്തെ ഇത്ര അധികമായി അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിൽ പിന്നീട് ആ സഹോദരി ജീവിതത്തെ ഓർത്ത് ദുഃഖിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആവലാതിയും പരാതിയും ദുഃഖവും കണ്ണുനീരുമെല്ലാം മാറ്റിവെച്ച് കർത്താവ് നൽകുന്ന യഥാർത്ഥമായ ആ ആനന്ദത്തിലേക്ക്, രക്ഷയുടെ ആനന്ദത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതം വളരെയധികം സന്തോഷകരമാണ്. കാരണം വചനം ഇപ്രകാരം പറയുന്നു, റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ.